ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, കാനാ മുതൽ കാൽവരി വരെ എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവമുഖത്തേക്ക് നോക്കുവാനും അവനിൽ നിന്നും അനുഗ്രഹീത കാലങ്ങളെ കാണുവാനും അറിയുവാനും ഭാഗ്യം ലഭിക്കുന്നത് ദൈവദാനത്താൽ ഒന്ന് മാത്രമാണ്. നാം അത്ഭുതമെന്ന് കാണുന്നതും ദൈവം കരുണയെന്ന് കാണുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ കരുണയും മനസ്സലിവും മനുഷ്യൻ്റെ ദൃഷ്ടിയിലേക്ക് പതിക്കുമ്പോൾ, ബുദ്ധിയിലേക്ക് പതിക്കുമ്പോൾ അതിനെ അത്ഭുതമായി, അതിശയമായി വിലയിരുത്തും. ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ സർവശക്തനാണ്, സർവജ്ഞനാണ്, സർവവ്യാപിയാണെന്നാണ്. ആ സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ലോകത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരുപാട് സ്വരങ്ങളുണ്ട്, പഠിക്കുന്ന പാഠങ്ങളുണ്ട്. എന്നാൽ ഇവയെല്ലാം നമുക്ക് പ്രയോജനപ്രദമായി വരണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ദൈവകൃപയിൽ നിന്ന്, കരുണയിൽ നിന്ന് നാം പ്രാപിക്കുന്ന അനുഭവങ്ങളൊക്കെ തന്നെ ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹീതവുമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ നമുക്ക് ഹേതുവായിത്തീരും. ഈ ദിവസം നിങ്ങളുടെ മുൻപാകെ നമ്മുടെ തമ്പുരാൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളുടെ ശ്രേണിയിലെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 43 മുതൽ 47 വരെയുള്ള വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അത്ഭുത പ്രവർത്തനമാണ് വ്യാഖ്യാനത്തിനും വിശകലനത്തിനും ധ്യാനത്തിനുമായി നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നത്. അന്ന് 12 വർഷമായി രക്തസ്രാവമുള്ളവളും തന്റെ സമ്പാദ്യമെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പിന്നിൽ അടുത്തു ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിന്നു. എന്നെ തൊട്ടതാര് എന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു, ജനക്കൂട്ടം നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാളെന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. തനിക്ക് മറിഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല എന്ന് സ്ത്രീ മനസ്സിലാക്കിയപ്പോൾ അവൾ വിറച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട വസ്തുതയും തൽക്ഷണം താൻ സൗഖ്യമായതും സകല ജനവും കേൾക്കെ അവൾ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു. ഈ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തട്ടത് ആരുമറിയാതെ രഹസ്യമായിട്ടായിരുന്നു. എന്നാൽ ശക്തി പുറപ്പെട്ടത് യേശു അറിഞ്ഞ്, എന്നെ തൊട്ടതാര് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജനക്കൂട്ടത്തിന് തന്നെ അത്ഭുതം, തന്നെ തൊട്ടതാരെന്ന് യേശു എന്തിനു ചോദിക്കുന്നു? കാരണം വലിയ ജനക്കൂട്ടം അവിടെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ സാധുവായ സ്ത്രീ ചെന്ന് കർത്താവിനെ തൊട്ടത്. താൻ ഒളിഞ്ഞിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് നിരൂപിച്ച് അവൾ ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ സാക്ഷിയായി വന്നു. അവളുടെ വിശ്വാസം വലുതെന്ന് കണ്ട് യേശു അവളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നതാണ് ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് യേശു തമ്പുരാൻ സുവിശേഷം പറഞ്ഞപ്പോൾ പലരും മുൻപിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, സൗഖ്യത്തിന് വേണ്ടി യാചിച്ചിട്ടുണ്ട്. യേശു അവർക്ക് സൗഖ്യം കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് യേശു പോലും അറിയാത്ത രീതിയിൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടു നോക്കാം. അത്രമാത്രം വിശ്വാസത്തോടും താല്പര്യത്തോടും കൂടി യേശുവിനെ സമീപിച്ച സ്ത്രീയാണ് അവൾ. വൈദ്യന്മാർ യഹൂദ പാരമ്പര്യത്തിൽ ശ്രേഷ്ഠന്മാരായിരുന്നു. സുവിശേഷം എഴുതിയിരിക്കുന്ന ലൂക്കോസ് ഉൾപ്പെടെ വൈദ്യനായിരുന്നു. എന്നിട്ടും ലൂക്കോസ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, തൻ്റെ മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും സൗഖ്യം പ്രാപിക്കാതിരുന്ന സ്ത്രീ. അപ്പോൾ അന്നത്തെ ആ ചികിത്സാ വിധിയിലേക്കും
ആ സംസ്കാര തനിമയിലേക്കും തൻ്റെ പ്രൊഫഷണൽ ഭാഗത്ത് നിന്നുകൊണ്ട് ലൂക്കോസ് ഒരു എത്തിനോട്ടം നടത്തുകയാണ്. ഏത് രീതിയിലാണ് രോഗികളെ മുതലെടുത്തിരുന്നത്, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തിരുന്നത്, ഇതൊക്കെ ആ ലൂക്കോസിൻ്റെ വാചകത്തിലുണ്ട്. മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. അതിനൊരു സാംസ്കാരികമായും പ്രാദേശികമായുമുള്ള ചില വ്യാഖ്യാനങ്ങളുമുണ്ട്. എങ്കിലും നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം നേരിടുന്ന പല വെല്ലുവിളികൾക്കും പല പ്രതിസന്ധികൾക്കും ഒരു ധ്യാനവും പഠനവുമാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീയുടെ സൗഖ്യം. ആ സൗഖ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ദൈവം അവൾക്ക് കൊടുത്ത ആ സൗഖ്യത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. ദൈവം സൗഖ്യം കൊടുത്ത ഈ സ്ത്രീയുടെ ഐഡൻറ്റിറ്റി രക്തസ്രാവക്കാരി എന്നുള്ളതായിരുന്നു. അവളുടെ പേരും നാടും മറ്റ് രീതിയിലുള്ള യാതൊരു വ്യാഖ്യാനങ്ങളും വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നില്ല. ഈ സുവിശേഷം രേഖപ്പെടുത്തിയ ലൂക്കോസ് ആ വ്യക്തിയുടെ പേര് പ്രത്യേകിച്ച് രേഖപ്പെടുത്താനും ശ്രമിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമായിരുന്നില്ല യഹൂദന്മാരുടേത്. സ്ത്രീകളെ നിസ്സാരരായി കണക്കാക്കുന്ന ഒരു സമൂഹമായിരുന്നു അവർ. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷങ്ങളിൽ സ്ത്രീകൾ, ദളിതർ, തള്ളപ്പെട്ടവർ, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഒരു പ്രത്യേക അഡ്രസ്സ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത്തരക്കാരെയൊക്കെ മുൻനിർത്തി അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനും ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും തക്കവണ്ണമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ലൂക്കോസ് സുവിശേഷം എഴുതിയത്. എന്നിട്ടും ലൂക്കോസ് പോലും ഈ സ്ത്രീയുടെ പേര് എഴുതുന്നില്ല. കാരണം അനേകം തിരക്കുകൾക്കിടയിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പലരിൽ നിന്നും കണ്ടും കേട്ടും തൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പേരിനവിടെ പ്രസക്തിയില്ല, നടന്ന സംഭവത്തിനാണ് പ്രസക്തി. എങ്കിലും ഒരു ഐഡൻറ്റിറ്റി ആ സ്ത്രീക്കുണ്ടായിരുന്നു, രക്തസ്രാവക്കാരി. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ പലതും നോക്കിയാൽ പലർക്കും ഉണ്ടായിരുന്ന ഐഡൻറ്റിറ്റി ഇങ്ങനെയൊക്കെയാണ്. പേര് പലരുടെയും രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷേ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് ഉള്ള വ്യാഖ്യാനങ്ങളാണ് കിട്ടുന്നത്. ഇന്നത്തെ കാലത്ത് പല പുതിയ അസുഖങ്ങളുണ്ട്, ഓരോന്നിനും പേരുണ്ട്. വൈറസുകൾക്കുൾപ്പെടെ പേരുകളുണ്ട്, ബാക്ടീരിയ ഉൾപ്പെടെ പേരുകൾ രേഖപ്പെടുത്തി നൽകിയിട്ടുണ്ട്. എന്നാൽ അന്നത്തെ ശാസ്ത്ര സാങ്കേതിക വികാസം അത്രയും ആയിട്ടില്ലാത്തതിനാൽ അവയെല്ലാം അതുപോലെ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സ്ത്രീയെ രക്തസ്രാവക്കാരി എന്ന് വിളിയോടുകൂടി അറിയപ്പെടുന്നു. നമ്മളും ചിന്തിക്കണം പ്രിയമുള്ളവരെ, നമ്മളുടെ നാട്ടിൻപുറത്തും മറ്റ് ചില പ്രദേശങ്ങളിലും പലർക്കും നൽകപ്പെട്ടിട്ടുള്ള ചില പേരുകളുണ്ട്. ചിലരെ ഒറ്റക്കണ്ണന്മാരെന്ന് വിളിക്കും, അല്ലെങ്കിൽ ഞൊണ്ടുകാലെന്ന് വിളിക്കും. അപഹസിച്ചു പറയുന്ന ഒരുപാട് നാമധേയങ്ങളുണ്ട്. അവർക്ക് പേരുകളുണ്ടെങ്കിലും ആ പേരിനോട് ചേർന്ന് അറിയപ്പെടത്തക്ക രീതിയിൽ പല രീതിയിലുള്ള വാക്കുകളാണ് ഉപയോഗിച്ച് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഓർക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ദൈവമേ, യാതൊരു രീതിയിൽ പേരും നാളും അഡ്രസ്സും ഒന്നുമില്ലെങ്കിലും രക്തസ്രാവക്കാരി എന്ന നാമധേയത്തോടു കൂടി രേഖപ്പെടുത്തപ്പെട്ട സ്ത്രീ, അവൾക്ക് സൗഖ്യം കിട്ടി, അവൾ കർത്താവിൻ്റെ സാക്ഷിയായി, എല്ലാമായി. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളുടെ സ്വന്തമല്ലാത്ത ഈ ലോകത്ത് നമ്മൾക്ക് നൽകപ്പെടുന്ന പേരുകൾ പലതാണ്. അതിൽ നിന്ദയുടെ പേരുകൾ കാണും, ദുഷിയുടെ പേരുകൾ കാണും, തള്ളപ്പെടലിൻ്റെ പേരുകൾ കാണും. അങ്ങനെയുണ്ടെങ്കിലും അനേകം ആൾക്കാരുടെ ഇടയിൽ തന്നെ തൊട്ടത് മനസ്സിലാക്കിയ തമ്പുരാൻ അവൾക്കൊരു പ്രത്യേകമായ അനുഭവം പകർന്നു കൊടുക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു ധ്യാന ചിന്തകളായിട്ട് മാറണം. ഈ ലോകത്തിൽ ആര് എന്ത് പേരിലും എന്ത് നാമത്തിലും നമ്മളെ അറിയപ്പെട്ടുകൊള്ളട്ടെ, പക്ഷേ എന്നെ നിന്ദിച്ച് അറിയപ്പെടുന്ന ഓരോ പേരുകളും, എൻ്റെ രോഗവുമായും ദുഃഖവുമായും അറിയപ്പെടുന്ന പേരുകൾ എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് വില കൊടുക്കുന്നതാണെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കണം. പേരും നാളും മറ്റ് അഡ്രസ്സുകളും ഒന്നുമില്ലെങ്കിലും രക്തസ്രാവക്കാരി എന്ന പേരിൽ അറിയപ്പെട്ടുവെങ്കിലും അവളുടെ ആ
നാമധേയത്തിലൂടെ, അസുഖത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ കർത്താവിൻ്റെ നാമം അവിടെ മഹത്വപ്പെടുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെയൊക്കെ പല രോഗങ്ങളുണ്ട്. രോഗത്തിൽ നിന്നൊക്കെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും നമ്മളുടെ ആ ബലഹീനത പലരും എടുത്തു കാണിക്കുന്നുണ്ട്. പലരും രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. പാപിനിയായ സ്ത്രീ രൂപാന്തരപ്പെട്ടവളാണ്. തമ്പുരാൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നവളാണ്. മറ്റ് ശ്രേഷ്ഠരെന്ന് പറഞ്ഞവരെക്കാളും വലിമ കാണിച്ചവളാണ്. പക്ഷെ എന്നിട്ടും അവളെ അറിയപ്പെടുന്നത് പാപിനിയായ സ്ത്രീ എന്ന് തന്നെയാണ്. മത്തായി രൂപാന്തരപ്പെട്ട് വിശുദ്ധിയിലേക്ക് വന്നവനാണ്. അവനെ അറിയപ്പെടുന്നത് ചുങ്കക്കാരൻ തന്നെയാണ്. സക്കായി തൻ്റെ സമ്പാദ്യം മൊത്തം പലിശയും കൂട്ടുപലിശയും ഉൾപ്പെടെ ആരിൽ നിന്നൊക്കെ വാങ്ങിയോ അതെല്ലാം തിരിച്ചു കൊടുത്തവനാണ്. അവനെയും അറിയപ്പെട്ടത് ചുങ്കക്കാരൻ തന്നെ. വേദപുസ്തകത്തിലെ ചില അനുഭവങ്ങൾ അങ്ങനെ, കർത്താവിൻ്റെ സാക്ഷികളായവരുടെ അനുഭവങ്ങൾ അങ്ങനെ, അവർ കടന്നു വന്ന പല വഴിത്താരകളും അത് പിന്നെയും ആ പേരിൽ തന്നെ അറിയപ്പെടുകയാണ്. നമ്മളും ചിലപ്പോൾ കേട്ടിട്ടില്ലയോ, എത്ര ഔന്നത്യങ്ങളിൽ എത്തിയിട്ടും അറിയാതെ പലരും അപഹസിച്ചും മറ്റും പറയാറുണ്ട്, അവൻ ആ ചുമട്ടുകാരൻ്റെ മകനായിരുന്നു, അല്ലെങ്കിൽ ഇന്നാളുടെ മകനായിരുന്നു. പക്ഷേ അത് കേൾക്കുമ്പോഴും ആ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒരു വലിയ മനോഭാവമുണ്ടാകണം, സന്തോഷത്തിൻ്റെ മനോഭാവമുണ്ടാകണം. എൻ്റെ വല്യപ്പൻ ചുമട്ടുകാരനായിരുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠനായ ചുമട്ടുകാരനായിരുന്നു. ആ ശ്രേഷ്ഠനായ ചുമട്ടുകാരൻ അധ്വാനിച്ച് ജീവിച്ചവൻ്റെ കൊച്ചുമകനാണ് ഞാൻ. അത് ഉൾക്കൊള്ളുവാനും അതിൻ്റെ മാഹാത്മ്യം നിലനിർത്തുവാനും സാധിക്കണം. ഏറ്റവും സാധുവിൻ്റെ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകൻ ഔന്നത്യങ്ങളിൽ എത്തിക്കഴിയുമ്പോഴും അവനൊരു അഴിമതിക്കാരനോ കൊള്ളരുതാത്തവനോ മോശമായ പേരുള്ളവനോ ആണെങ്കിൽ അവൻ്റെ ഔന്നത്യത്തെക്കാളും ശ്രേഷ്ഠതയെന്ന് പറയുന്നത് അവൻ്റെ പിതാവായിരുന്ന ആ കൂലിപ്പണി തന്നെയായിരുന്നു. നമ്മളും പ്രാർത്ഥനയോടുകൂടി അതിനെ ഉൾക്കൊള്ളുവാനും ധ്യാനിക്കുവാനും സാധിക്കണം. രണ്ടാമതായി, അത്രയേറെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ യേശു തമ്പുരാനെ പിറകിലൂടെ ചെന്ന് ആ കുപ്പായത്തിലൊന്ന് തൊടുവാൻ തക്കവണ്ണം ആ സ്ത്രീ ശ്രദ്ധിക്കുകയാണ്. യേശുവും ശിഷ്യന്മാരുമൊക്കെ അന്ന് കടന്നു പോകുമ്പോൾ അവരുടെ കുപ്പായത്തിൻ്റെ നിഴലെങ്കിലും തങ്ങളുടെ മേൽ പതിക്കുവാൻ തക്കവണ്ണം തയ്യാറെടുത്ത ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. സ്പർശനത്തിലൂടെയെങ്കിലും സൗഖ്യം കിട്ടുവാൻ ആഗ്രഹിച്ച ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. അവരുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് അത് അന്നത്തെ ചുറ്റുപാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം അവൻ്റെ കുപ്പായത്തിലൊന്ന് തൊടുക. സാധാരണക്കാർക്ക് സമൂഹത്തിലെ ഉന്നതന്മാരെ സ്പർശിക്കുവാനും നേരെ നോക്കുവാനുമുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. നമ്മളുടെയൊക്കെ സംസ്കാരത്തിലുണ്ടായിരുന്നതുപോലെ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും മറ്റൊരു തലം യഹൂദയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. യഹൂദന്മാരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രക്തസ്രാവക്കാരി അങ്ങനെയുള്ളവരെ തൊട്ടാൽ ഒരു ദിവസം മുഴുവൻ അശുദ്ധമായിരിക്കണമെന്ന് ലേവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇവിടെ യേശു തമ്പുരാൻ യഥാർത്ഥത്തിൽ ജനിച്ചത് ഭൗതികമായൊരു യഹൂദ കുടുംബത്തിലാണ്. അവൻ ദൈവപുത്രനാണ്. രക്തസ്രാവക്കാരിയെ തൊട്ടാൽ, അസുഖക്കാരെ തൊട്ടാൽ അശുദ്ധമായിരിക്കണമെന്ന് മോശയ്ക്ക് പ്രമാണം കൊടുത്തത് ഈ സാക്ഷാൽ ദൈവം തന്നെ. അവനാണ് ഇപ്പോൾ മനുഷ്യരൂപത്തിൽ ആ പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഭൗതികമായി നോക്കിയാൽ, അന്നത്തെ പ്രമാണപ്രകാരം നോക്കിയാൽ, യേശു തമ്പുരാനെ രക്തസ്രാവക്കാരി തൊട്ടതുകൊണ്ട് അവൻ ആ ദിവസം മൊത്തം അശുദ്ധനായിരിക്കണം. അതായിരുന്നു അന്നത്തെ പ്രമാണം. യേശു തമ്പുരാൻ അതറിഞ്ഞുകൊണ്ട് തന്നെ, സാധാരണയായി അന്നത്തെ മതപ്രമാണത്തിൻ്റെ ഒരു വ്യത്യസ്തതയുണ്ട്. ഈ പ്രമാണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഏത് അസുഖമുള്ളവരും പരസ്പരം തിക്കിത്തിരക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ അസുഖം ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊന്നുകൂടി മനസ്സിലാകും. രോഗിയായ ഒരു മനുഷ്യൻ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കടന്നു ചെന്നാൽ ആ രോഗം പലരിലേക്കും ബാധിക്കും. പക്ഷേ ആർക്കസുഖം, എവിടെ അസുഖം എന്നൊന്നും ആർക്കും തിരിച്ചറിയാനും പറ്റത്തില്ല. രോഗമുള്ളവന് പോലും തനിക്ക് അസുഖമുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇവിടെ ഓർത്തോണം, നേരിട്ട് നോക്കിയാൽ രക്തസ്രാവക്കാർ തൊട്ടാൽ, അസുഖക്കാർ തൊട്ടാൽ അശുദ്ധമാകണമെന്നുള്ള പ്രമാണമാണ്. എന്നാൽ അറിയാതെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ആരും ശ്രദ്ധിക്കത്തുമില്ല. ഇവിടെ തമ്പുരാൻ വലിയൊരു പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രമാണങ്ങളും ഭക്തിയുമൊക്കെ സംരക്ഷിക്കാൻ നമ്മൾ ഒരുപാട് ഓടാറുണ്ട്. നമ്മളുടെ നോട്ടത്തിൽ എല്ലാം ശരിയാണെന്ന് തോന്നിയാലും
അറിയാത്ത രീതിയിൽ പ്രമാണങ്ങളെ നമ്മൾ വികലമാക്കുന്നുണ്ട്. അത് അറിവില്ലായ്മയുടെ ഒരു ഭാഗമാണ്, അസ്വസ്ഥതയുടെ ഒരു ഭാഗമാണ്. അവൾ തൊട്ടത് മൂലം അന്നത്തെ പ്രമാണപ്രകാരം യേശുദമ്പുരാൻ അശുദ്ധനാകുകയാണ്. എന്നാൽ അവനൊരു പുതിയ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ പ്രമാണപ്രകാരം അശുദ്ധനായാലും ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുവാൻ തക്കവണ്ണം അശുദ്ധനാകുകയാണെങ്കിൽ അതൊരു ശുദ്ധിയാണ്. രക്തസ്രാവക്കാരി അവനെ തൊട്ടത് മൂലം അവളുടെ അശുദ്ധി പൂർണ്ണമായിട്ട് മാറുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആർക്കെങ്കിലും പ്രയോജനമാകത്തക്ക രീതിയിൽ, ഗുണകരമാകത്തക്ക രീതിയിൽ ആത്മീക വളർച്ച വരുത്തുവാൻ നാം പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊരു വലിയ ശ്രേഷ്ഠതയാണ്. ക്രൂസിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന പഴയ നിയമ പ്രമാണം നമുക്കറിയാം. എന്നാൽ പാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, വീഴ്ചയിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ അവൻ സ്വയമായി ശാപമായി തീർന്നു എന്നുള്ളതാണ് പ്രമാണം. കുരിശെടുത്ത് ശാപഗ്രസ്തനായവൻ രക്തസ്രാവക്കാരിയുടെ സ്പർശനത്താൽ ഇവിടെ ശാപഗ്രസ്തനാകുകയാണ്. ഇന്ന് പല വ്യക്തികളിലും കുടുംബങ്ങളിലുമൊക്കെ പലരുടെയും ജീവിതഗതികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാതാപിതാക്കളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാ, ദൈവത്തെ വിളിക്കുന്നവരാ. എന്നാൽ അവരുടെ കുടുംബത്തിൽ അശുദ്ധിയുടേതായ പല കണങ്ങളുമുണ്ട്. ഒരു വീട്ടിൽ 5 മക്കളുണ്ട്, അല്ലെ 4 മക്കളുണ്ട്, എല്ലാവരും ശ്രേഷ്ഠരാണ്. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ അശുദ്ധി നിറഞ്ഞ പ്രവർത്തനം ആ കുടുംബത്തെ മുഴുവനും വ്യർത്ഥമായ രീതിയിലാണ് സ്പർശിക്കുന്നത്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അശുദ്ധി വരാൻ വളരെ എളുപ്പമാണ്, അപഖ്യാതി വരാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അതിനപ്പുറത്തുള്ള ആത്മീയത എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ വചനം കേൾക്കുന്നവർ ഏതെങ്കിലും വ്യക്തികളെ കൊണ്ടോ തങ്ങളുടെ കുടുംബാംഗങ്ങളെ കൊണ്ടോ നിന്ന നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ പോയി തലകുനിച്ച് ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഒരു കാര്യം ഓർക്കണം. നിൻ്റെ നന്മ അതുകൊണ്ട് കുറഞ്ഞു പോകുന്നില്ല, നിൻ്റെ വിശുദ്ധിയും കുറയുന്നില്ല. നിൻ്റെ സഹോദരനോ ജീവിത പങ്കാളിയോ മകനോ മകളോ നീ തന്നെയോ ബലഹീനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് വെളിച്ചം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കും. ഇന്ന് പലരുടെയും മുൻപിൽ പലർക്കും തല ഉയർത്തി നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യധാരയിൽ നിന്ന് പലരും പിന്മാറി ജീവിക്കുന്നുമുണ്ട്. എങ്കിലും ദൈവം നിങ്ങളെ കൈവിടുന്നില്ല. കാരണം നിങ്ങളെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട പന്താവിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ദൈവം പദ്ധതിയിട്ടിട്ടുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായി ഈ സൗഖ്യത്തെയും ഈ അശുദ്ധമാക്കലിനെയും നമ്മൾ കാണണം. ചില സമൂഹങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരുപാട് പേരുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് ജീവൻ വെടിഞ്ഞവരുണ്ട്, നീതിക്ക് വേണ്ടി ഉപദ്രവിക്കപ്പെടുന്നവരുണ്ട്, ധാർമ്മികതയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നവരുണ്ട്. ഇവരൊക്കെ ഒരു രീതിയിൽ പറഞ്ഞാൽ സമൂഹത്തിൻ്റെ അശുദ്ധി മാറ്റുവാൻ, അന്ധകാരം മാറ്റുവാൻ തക്കവണ്ണം സ്വയം ക്രൂശിക്കപ്പെടുന്നവരാ, സ്വയം അശുദ്ധമാക്കപ്പെടുന്നവരാ. നന്മ പ്രവൃത്തിക്ക് വേണ്ടി ഇടപെടുമ്പോൾ അതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തപ്പെടുന്നവരുണ്ട്. ഇതുപോലെ തന്നെ ഓർത്തുകൊള്ളണം പ്രിയമുള്ളവരെ, നല്ലവരായിട്ടും നീതിമാന്മാരായിട്ടും വിശുദ്ധരായിട്ടും ക്രൂശിക്കപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കണം. ഇതാ കർത്താവിൻ്റെ പിറകിലൂടെ ചെന്ന് ഒരു രക്തസ്രാവക്കാരി അവനെ തൊട്ടപ്പോൾ അവൻ ഭൗതികമായ പ്രമാണപ്രകാരം അശുദ്ധനായെന്ന് അന്നത്തെ സമൂഹം വിലയിരുത്താമെങ്കിലും അതിനേക്കാൾ അപ്പുറമായ സൗഖ്യത്തിൻ്റെ അനുഭവം കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. ആ കാണിച്ചു കൊടുത്ത കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രത്യാശ പ്രാപിക്കുവാനും അഭയം കണ്ടെത്തുവാനും സാധിക്കണം. മന്നവനേ മശീഹ സതതം തവ കരുണ വാതിലിൽ മുട്ടുന്നേൻ ധനിക നിന്നിധി നിലയത്തേ നേകണമേ കൃപയും വാഴ്വും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ ശരണവുമെൻ ആശ്രയവും നീയേ. യേശുവിനെ സ്ത്രീ തൊട്ട് സൗഖ്യം പ്രാപിച്ചത് മറ്റാരും അറിഞ്ഞില്ലെങ്കിലും യേശുദമ്പുരാൻ അതറിഞ്ഞു. അവൻ അന്വേഷിക്കുകയാണ്. അത്രയും തിരക്കിൻ്റെ ഇടയിൽ
യേശുവിനെ സ്ത്രീ തൊട്ടത് അവൻ എങ്ങനെ മനസ്സിലാക്കി? നമ്മൾക്കറിയാവുന്നതുപോലെ എല്ലാവരും യേശുവിനെ തൊട്ടിട്ടും സൗഖ്യമായത് ആ സ്ത്രീ മാത്രം. സൗഖ്യമാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവൾ തൊട്ടത്. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞല്ലോ, തനിക്കുള്ളതൊക്കെയും വൈദ്യന്മാർക്ക് കൊടുത്തവളായിരുന്നു ആ സ്ത്രീ. അവക്കിനിയും കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു സാഹസത്തിന് തുനിഞ്ഞത്. രോഗിയായിട്ടും ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കടന്നു ചെന്ന് യേശുവിനെ തൊട്ടത്. ആ സ്പർശനം ആഴമേറിയ ഒരു സ്പർശനം തന്നെയായിരുന്നു. കർത്താവിന് മനസ്സിലാക്കാൻ പറ്റുന്ന സ്പർശനമായിരുന്നു. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്ര എനിക്ക് കൊള്ളാകുന്നവൻ എന്ന കർത്താവിൻ്റെ വാചകം നമ്മൾ ധ്യാനത്തോടു കൂടി ഓർക്കണം. കുറേ നാളുകളായി നമ്മളുടെ ആത്മീയതയുടെ പ്രകടനമെന്ന നിലയിൽ നമ്മൾ പലതും കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ദൈവം ആസ്വദിച്ചിട്ടുണ്ടോ എന്നുള്ളതാ സംശയം. അവൻ ആസ്വദിക്കത്തക്ക രീതിയിൽ, അവൻ്റെ കർണപുടങ്ങളിൽ പതിക്കത്തക്ക രീതിയിൽ നമ്മുടെ യാചനകളും നിലവിളികളും പ്രാർത്ഥനകളും ഒക്കെ ആയിത്തീരണം. ഒന്ന് തൊട്ടാൽ തന്നെ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അവൻ തന്നെ നമ്മളോട് പറയുകയാണ്, നിന്റെ തലയിലെ ഓരോ രോമം പോലും എണ്ണി അറിഞ്ഞിരിക്കുന്നു, അത് താഴെ വീണാൽ ഞാൻ അറിയുന്നു. കാരണം കർത്താവാകുന്ന തലയിലെ ഓരോ രോമങ്ങളെപ്പോലെയാണ് നമ്മൾ ഓരോരുത്തരും. അത് താഴെ വീണാൽ അവൻ അറിയുന്നുണ്ട്, അതിൻ്റെ എണ്ണമെടുക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്രയോ രോമങ്ങളും മുടികളും ഒക്കെ താഴേക്ക് പോകുന്നുണ്ട്. നമ്മളതിനെ ഒന്നും അറിയുന്നില്ല. എന്നാൽ കർത്താവിനെ സമീപിക്കുന്നവർ, അത് കോടാനുകോടികളാണെങ്കിലും ഇപ്പോഴുള്ളവരും വാങ്ങിപ്പോയവരും വരുവാനുള്ളവരുമാണെങ്കിലും, അതൊക്കെ തന്നെ കർത്താവിൻ്റെ ഹൃദയത്തിലുണ്ട്, അവൻ്റെ ദൃഷ്ടിയിലുണ്ട്. ആ ദൃഷ്ടിയിൽ നിന്ന് മറവായിരിക്കുന്നത് ഒന്നുമില്ല എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം പ്രാർത്ഥനാപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം. അവനെ തൊട്ടപ്പോൾ കർത്താവ് അറിഞ്ഞു എന്ന് വെച്ചാൽ, കാരണം നമ്മളുടെ ഓരോ സ്പർശനവും അവൻ അറിയുന്നുണ്ട്, നമ്മളുടെ ഓരോ നിലവിളിയും അവൻ അറിയുന്നുണ്ട്. ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. സങ്കീർത്തനക്കാരൻ്റെ യാചന ഇപ്രകാരമാണ്: കർത്താവേ, എൻ്റെ കണ്ണുനീരൊക്കെ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ. കർത്താവേ, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ. കാരണം നമ്മൾ ചൊരിയുന്ന അനേകം കണ്ണുനീരുണ്ട്. നമ്മളൊക്കെ ഓർക്കും, നമ്മൾ ഈ ചൊരിയുന്ന കണ്ണുനീരുകൾ ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്നവർ ഓർത്തോണം, നിങ്ങളുടെ ജോലിസ്ഥലത്ത്, അടുക്കളയിൽ, ഇടുങ്ങിയ മുറികളിൽ, കിടക്കയിൽ ഇരുന്നു കൊണ്ട് കരയുന്നവരായിരിക്കാം. അപ്പോൾ ഓർക്കും, ഈ കണ്ണുനീരൊക്കെ ആരും കാണുന്നില്ലയോ? ഉറക്കമില്ലാതെ പൊട്ടിക്കരയുന്നവരായിരിക്കാം, മറ്റുള്ളവരുടെ നിന്ന കേട്ട് പൊട്ടിക്കരയുന്നവരായിരിക്കാം, കടബാധ്യതയെക്കുറിച്ച് ഓർത്ത് പൊട്ടിക്കരയുന്നവരായിരിക്കാം. സഹോദര, നിൻ്റെ കണ്ണുനീരൊക്കെ കർത്താവിൻ്റെ തുരുത്തിയിലുണ്ട്. ഇന്ന് നീ കരയുന്ന ഓരോ കണ്ണുനീരും നാളെ നീ ദാഹിക്കുമ്പോൾ അവനത് ശേഖരിച്ചു വെച്ച് അനുഗ്രഹ പാനീയമായി അമൃതായി നിനക്ക് നൽകും. നീ എന്തെങ്കിലും ഒരു യാചന ദൈവസന്നിധിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം കേൾക്കാതെ നിന്നിട്ടില്ല. അവനതെടുത്തു വെച്ചിട്ടുണ്ട്. മൂപ്പുമുറ അനുസരിച്ച്, ആവശ്യമനുസരിച്ച് എപ്പോഴാണോ നിനക്ക് ആവശ്യം, ആ സമയത്ത് ദൈവം അത് പൂർണ്ണമാക്കി തരുമെന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഓർക്കേണ്ട കാര്യം ഇതാ. ദാവീദ് കർത്താവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു: കർത്താവേ, പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത്, പ്രിയമുള്ളവരെ, പ്രാവിൻ്റെ ചിറകൊന്നുമല്ല. പ്രാവിൻ്റെ ചിറക് കൊണ്ട് ഇത്രയും ഭാരമേറിയ അവസ്ഥ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതിനേക്കാൾ കട്ടിയേറിയ ഉരുക്ക് ചിറകുകൾ തന്നെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില വീഴ്ചകളുടെ സാഹചര്യത്തിൽ നിന്ന്, രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ പറക്കുന്നതിനേക്കാൾ അതിവേഗത്തിൽ ദൈവം തമ്പുരാൻ നമ്മളെ വഹിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. നമ്മളെക്കൊണ്ട് പറക്കാൻ പോലും അവൻ സമ്മതിക്കുന്നില്ല. നമ്മളെ തൻ്റെ ചിറകിന്മേൽ വഹിച്ചുകൊണ്ട് എത്തേണ്ട സ്ഥാനത്ത് അവൻ എത്തിക്കുകയായിരുന്നു. യേശുവിനോട് അടുക്കുന്നവർക്ക് ആ ഒരു അനുഭവം കിട്ടും. ദിവ്യ സാമീപ്യം അനുഭവിക്കുന്നവർക്ക് ആ ഒരു അനുഭവം കിട്ടും. ഈ സ്ത്രീക്ക് ലഭ്യമായതാ. ആ സ്പർശനം കർത്താവ് മനസ്സിലാക്കി തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ദൈവം അതറിയുകയാണ്. ശക്തി പുറപ്പെട്ടത് കർത്താവ് അറിഞ്ഞുവെങ്കിൽ നമ്മൾക്കുള്ള ഒരു ധ്യാനവും ഒരു വലിയ പ്രത്യാശയും അതിലൂടെ നൽകുകയാണ്. ഇന്ന് നമ്മൾ ഓർത്തോണം, ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഒരു സ്ത്രീ തൊട്ട് തന്നിൽ നിന്നൊരു സൗഖ്യം, ശക്തി പുറപ്പെട്ടത് കർത്താവ് അറിഞ്ഞുവെങ്കിൽ ഇന്ന് ലോകത്തിൽ നടക്കുന്ന പല മാറ്റങ്ങളും, പ്രിയമുള്ളവരെ, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. തട്ടി വിളിച്ചാലും അലറി വിളിച്ചാലും നമ്മൾ അറിയുന്നില്ല.
തെള്ളിയിട്ടാൽ പോലും നമ്മൾ അറിയുന്നില്ല. ദൈവം തരുന്ന ഓരോ ദാനങ്ങൾക്കും പ്രിയമുള്ളവരെ അതിനൊരു കണക്കുണ്ട്, അതിനൊരു പ്രത്യേക ഐഡൻറ്റിറ്റി ഉണ്ട്, ആ ഒരു മെഷർമെൻ്റ് ഉണ്ട്, ആ അളവിനനുസരിച്ചുള്ള അനുഭവങ്ങളാണ്. ഇവിടെ ഓർത്തോണം, എത്രയോ സൗഖ്യങ്ങൾ ചെയ്ത ലോകത്തിൻ്റെ നാഥന് ഒരു സ്ത്രീ തൊട്ടപ്പോൾ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് അറിഞ്ഞുവെങ്കിൽ ആ ശക്തി എവിടേക്ക് പോകണമെന്ന് അവനറിയാം. അതേ നമ്മളിലുള്ളത് ആ ദൈവശക്തിയാണ്, ആ ദൈവത്തിൻ്റെ കരുതലാണ്, ആ ദൈവത്തിൻ്റെ സ്നേഹമാണ്. അവൾ തന്നെ ഒളിച്ചു വയ്ക്കാതെ ദൈവത്തിൻ്റെ മുൻപിലേക്ക് വന്ന് സാക്ഷിക്കാൻ തയ്യാറായി. ഇന്നൊളിഞ്ഞിരിക്കുന്ന അല്പവിശ്വാസികളും ബലഹീനതയുള്ള വിശ്വാസികളുമാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല. തീർച്ചയായിട്ടും സാക്ഷിക്കണം. ആ സ്ത്രീ അവിടെ മിണ്ടാതിരുന്നുവെങ്കിൽ മറ്റുള്ളവർ കർത്താവിനെ നിന്ദിച്ചേനെ. അതെ, നമ്മുടെ ചില നിശബ്ദതകൾ, നമ്മുടെ ചില അലസതകൾ കർത്താവിൻ്റെ നാമത്തിന് ഉചിതമല്ല, അനുഗ്രഹമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ഏത് ചുറ്റുപാടിലുമായിരുന്നാൽ തന്നെയും ഏത് ബലഹീനതകളിലൂടെ കടന്നു പോയാലും കർത്താവിൻ്റെ നാമം ഉയരപ്പെടട്ടെ. അവൻ വളരണം, ഞാനോ കുറയണം. യോഹന്നാൻ സ്നാപകൻ കർത്താവിൻ്റെ പാദത്തിലേക്ക് നോക്കി അവൻ്റെ പാദത്തിലെ ചെരിപ്പഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞെങ്കിൽ ആ പാദത്തിൽ നോക്കിയപ്പോഴേ അവന് മനസ്സിലായ ശ്രേഷ്ഠതയുടെ ആഴം. അവൻ്റെ പാദത്തെ അലങ്കരിച്ച ആ പഴയ വള്ളിച്ചെരിപ്പ് പോലും അതിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് യോഹന്നാൻ്റെ വാക്കുകളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഓർത്തോണം, അവൻ്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള ഒരുക്കം നേടണം, പാദപീഠത്തെങ്കിൽ വീഴുവാനുള്ള ഒരുക്കം നേടണം. ആ ഒരുക്കത്തിലൂടെ നന്മ കണ്ടെത്തുവാൻ തക്കവണ്ണം നമ്മൾക്ക് സാധിക്കണം. ആ ഒരു ഉന്മേഷത്തോടും ശക്തിയോടും ബലത്തോടും തമ്പുരാനെ സാക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി എല്ലാ മക്കളെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.